ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹിയെ കാണാൻ പോകാൻ ഇറങ്ങിയ മോഹിനിയെ മുത്തശ്ശി തടയുന്നു. മഹിയെയും മോഹിനിയെയും കുറിച്ച് അങ്ങേയറ്റം അവഹേളിച്ചെല്ലാം മുത്തശ്ശി സംസാരിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ മോഹിനി. അമ്മയ്ക്ക് വേണമെങ്കിൽ സ്വന്തം തറവാട്ടിൽ എന്നോട് കയറണ്ട എന്ന് പറയാം, പക്ഷേ ഇത് അമ്മയുടെ മകനെ പോലെ തന്നെ എനിക്ക് കൂടി അവകാശപ്പെട്ട തറവാടാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ വായടപ്പിക്കുന്ന മറുപടി കൊടുക്കുന്നുണ്ട് മോഹിനി. ഇതേ സമയം പ്രതാപൻ വരുന്നു. തുടർന്ന് മുത്തശ്ശി പറഞ്ഞത് പ്രകാരം പ്രതാപൻ മോഹിനിയെ മുറിയിൽ അടച്ചിട്ട് ക്രൂരതമായിട്ട് തല്ലിച്ചതയ്ക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയുടെ ആ നിലവിളിയെല്ലാം പുറത്ത് നിന്ന് ആസ്വദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹിയും ലേഖയും അമ്പലത്തിൽ തൊഴാനായിട്ട് എത്തുന്നു. ശേഷം അവിടെ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ ഇരിക്കുന്ന മോഹിനിയെ കാണുന്നതും അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് മഹി. പക്ഷേ പെട്ടെന്ന് തന്നെ അമ്മയുടെ മുഖത്തെ ആ പാടുകളും ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുന്നത് കാണുമ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ മഹി. അപ്പോൾ മോഹിനിയാണെങ്കിൽ നടന്നതെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹിയോട് പറയുന്നു. അമ്മയുടെ അവസ്ഥ കണ്ട് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ മഹിക്ക്. അന്നേ അമ്മയോട് ഞാനും കണ്ണേട്ടനും പറഞ്ഞതല്ലേ, അയാളുടെ കൂടെ ആ വീട്ടിൽ കഴിയാതെ എൻ്റെയും കണ്ണേട്ടൻ്റെയും അടുത്തേക്ക് പോരാൻ. അമ്മയെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണം വിട്ട് കരയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. കണ്ണേട്ടൻ എന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതിയിട്ടാണ് അവർക്ക് അമ്മയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യമുണ്ടായത്. മുൻപായിരുന്നെങ്കിൽ അവരിതിന് ധൈര്യം കാണിക്കില്ലായിരുന്നു. ഈ അമ്പലത്തിന് മുന്നിൽ വെച്ച് ഞാൻ പറയാണ്, ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. അമ്മ ഇനി ഏതായാലും ആ വീട്ടിൽ കഴിയണ്ട, ഞങ്ങളോടൊപ്പം പോരണമെന്ന് മഹിയും ലേഖയും പറയുമ്പോൾ മോഹിനി മഹിയോടൊപ്പം അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നു. തുടർന്ന് മഹി അമ്മയെയും കൂട്ടി വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ കണ്ണനും അനന്തുവൊക്കെ അവിടെയുണ്ട് കേട്ടോ. അപ്പോൾ മോഹിനിയുടെ മുഖത്തെ ആ പാടെല്ലാം കാണുന്നതും അമ്മയ്ക്ക് എന്താ പറ്റിയത് മഹി എന്ന് എവിടെയെങ്കിലും വീട് മുറിവ് പറ്റിയോ എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല കണ്ണേട്ടാ, ആ പ്രതാപൻ എന്ന് പറയുന്ന ചെകുത്താനും അയാളുടെ അമ്മയും കൂടി കാണിച്ച ക്രൂരതയാണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹി നടന്നതെല്ലാം കണ്ണനെയും അനന്തുവിനെയൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിലും മോഹിനിയുടെ അവസ്ഥ കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, പലതവണ എന്നെയും തന്നെയും വിഷം തന്നും ഗുണ്ടകളെ വിട്ടും കൊല്ലാൻ നോക്കിയ അയാളോടും അയാളുടെ അമ്മയോടും അന്നൊന്നും തോന്നാത്ത പകയാണ് ഇപ്പം എനിക്ക് അവരോട് തോന്നുന്നത്. തൻ്റെ പാവം പിടിച്ച അമ്മയെ എങ്ങനെ ദ്രോഹിച്ച് അവരെ ഞാൻ വെറുതെ വിടില്ല മഹി എന്ന് പറയുമ്പോൾ കണ്ണേട്ടനിപ്പോൾ എനിക്കും അമ്മയ്ക്കും തുണയായിട്ട് കൂടെയില്ല എന്നുള്ളൊരു ധൈര്യമാണ് അവർക്ക്. മുൻപായിരുന്നെങ്കിൽ കണ്ണേട്ടനെ പേടിച്ച് അവരിതിന് മുതിരില്ലായിരുന്നു മഹി എന്ന് പറഞ്ഞുകൊണ്ട് മഹി പൊട്ടിക്കരയുമ്പോൾ നീ ഇത് അറിയിക്കേണ്ടവരെ അറിയിക്കണം കണ്ണാം. സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് എത്രമാത്രം ക്രിമിനൽ കുറ്റമാണെന്ന് അവരെ രണ്ടുപേരെയും അറിയിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാനും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അനന്തു. നീയും ഞാനും ഒക്കെ വക്കീലന്മാരല്ലേ, എന്നിട്ട് ഇതൊക്കെ ഇത്രയും ക്രൂരത കണ്ടിട്ട് അത് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഞാനിത് എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വേഗം തന്നെ പോലീസിൽ ഈ കാര്യം അറിയിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അമ്പലത്തിൽ പോയ മോഹിനി ഇതുവരെ തിരിച്ചെത്താതിനെ തുടർന്ന് മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, ഇതുവരെ അമ്പലത്തിൽ പോയവൾ മടങ്ങി വന്നില്ലല്ലോ പ്രതാപ, അവൾ ഇനി ഇത് ലക്ഷ്മിയെ എങ്ങാനും അറിയിക്കുമോ? ഈ ഒരു ദേഷ്യത്തിന് അവൾ കണ്ണനോട് എല്ലാം പറയുമോ? അവൻ്റെ അച്ഛനെ കൊന്നതും അവനെ വീൽ ചെയറിൽ ഇരുത്തിയതും നീയാണെന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ അതിനുള്ള ധൈര്യമൊന്നും അവൾക്കുണ്ടാവില്ല അമ്മേ. പിന്നെ അവനെ വഞ്ചിച്ചു പോയവൾ എന്ത് പറഞ്ഞാലും കണ്ണൻ ഇനി വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായാലും മോഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, അതാണ് എൻ്റെ പേടി. കണ്ണൻ്റെ പിടിപാടും സ്വാധീനമൊക്കെ എന്താണെന്ന് നിനക്ക് അറിയാലോ എന്നെല്ലാം മുത്തശ്ശി വീണ്ടും പറയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അമ്മ എന്നെ കൂടി പേടിപ്പിക്കാതെ, അമ്മ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കില്ല എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ എങ്കിലും എടാ പ്രതാപ, എനിക്ക് വല്ലാത്ത ഒരു പേടി, ഒരു ഭയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ഇതേ സമയം തന്നെ ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രതാപനാണെങ്കിൽ ഓടിച്ചു വന്നിട്ട് SIയും പോലീസുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രതാപനാണെങ്കിൽ SIയുടെ അടുത്ത് ചെന്നിട്ട് എന്ത് സാർ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സ്റ്റേഷനിലെത്തിയിട്ട് പറയാം, തൻ്റെ അമ്മ എവിടെ, അവരെ പിടിച്ചുകൊണ്ട് വരാൻ വനിതാ കോൺസ്റ്റബിൾമാരോട് SI നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയില്ല എന്ന് തോന്നുന്ന മുത്തശ്ശിയാണെങ്കിൽ പുറകുവശത്തെ വാതിലുകൂടി ഇറങ്ങി ഓടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വനിതാ കോൺസ്റ്റബിൾസ് വന്നിട്ട് അവരെ കൈയോടുകൂടി പിടികൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതാപനെയും മുത്തശ്ശിയെയും തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ക്രിമിനൽ കുറ്റം ചാർത്തി അവരെ കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ മോഹിനിയെ ക്രൂരമായിട്ട് തല്ലിച്ചതച്ച പ്രതാപനും അയാളുടെ അമ്മയ്ക്കും സ്റ്റേഷനിൽ കയറ്റി നല്ലത് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ പോലീസുകാർ. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, അമ്മയെ ക്രൂരമായിട്ട് മർദ്ദിച്ച പ്രതാപനും അയാളുടെ അമ്മയും ഒക്കെ ഇരുമ്പഴിക്കുള്ളിലാണെന്നും
ഇതുകൊണ്ടൊന്നും അവർ പഠിച്ചില്ലെങ്കിൽ ഇനി നമുക്കല്ല അവർക്കേ നഷ്ടമുണ്ടാകൂ എന്ന് കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ കണ്ണേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്നുള്ളൊരു കാര്യം മഹി ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതും കണ്ണേട്ടനെ ഇത്രയും കാലം വീൽ ചെയറിൽ തളർത്തിയിട്ടതും പ്രതാപനാണ് അവരുടെ ദേഹത്തേക്ക് വണ്ടി ഇടിച്ചു കയറ്റിയത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ണേട്ടനെ അറിയിച്ചാലോ എന്നുള്ള ഒരു കാര്യം മഹി ഇതേ സമയം തന്നെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും കോടതിയിൽ ഹാജരാക്കുന്ന പ്രതാപനും മുത്തശ്ശിക്കും ജഡ്ജി അവരർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ്, ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്ത അവർക്ക് അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് വിധിക്കുന്നത്. അതുമാത്രമല്ല എല്ലാത്തിനും മോഹിനിയുടെ മുന്നിൽ ചെയ്ത ക്രൂരതകൾക്കെല്ലാം എണ്ണി എണ്ണി മോഹിനിയോട് മാപ്പ് ചോദിക്കേണ്ട ഒരവസ്ഥയും പ്രതാപനും മുത്തശ്ശിക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവർ ഇതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ കൊടും ക്രൂരതകൾക്കുള്ള ഞെട്ടിക്കുന്ന ഒരു അർഹമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയാണ് അവർക്കൊടുവിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്